സംസ്ഥാനത്ത് ഇന്നും താപനില ഉയരാൻ സാധ്യത. 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കൊല്ലം, പാലക്കാട് ജില്ലകളിൽ ഇന്ന് ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയാകാൻ സാധ്യതയെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ കണക്കൂട്ടൽ. ഉയർന്ന ചൂട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ആകുമെന്നതുകൊണ്ട് പൊതുജനങ്ങൾ അത്യാവശ്യം ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് പറയുന്നു. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും വേനൽ മഴയ്ക്കും സാധ്യത. രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന് മറ്റു വിവരങ്ങൾ നൽകും. രാഹുൽ, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. SKN വെരി ഗുഡ് മോർണിംഗ്. ഒരു ഭാഗത്ത് ഇലക്ഷന്റെ ചൂട്, മറുഭാഗത്ത് അന്തരീക്ഷത്തിലെ ചൂട്, രണ്ടും ഓരോ ദിവസം മുന്നോട്ട് പോകുന്തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്തരീക്ഷ ചൂടുമായി ബന്ധപ്പെട്ട് ഇടുക്കി, വയനാട് ഒഴികെയുള്ള 12 ജില്ലകളിലാണ് ഇന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. കൊല്ലം, പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തും. ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്ന താപനില എത്താൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം, എറണാകുളം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്ന താപനില എത്തും. അതുകൊണ്ട് ആളുകൾ പരമാവധി ജാഗ്രത പാലിക്കണമെന്നാണ് പറയുന്നത്. ഉച്ചയ്ക്ക് 12 മണി മുതൽ വൈകിട്ട് 3 മണി വരെയുള്ള സമയങ്ങളിൽ നേരിട്ട് സൂര്യന്റെ ചൂടേൽക്കുന്ന ആളുകൾ ഈ ജോലികളിൽ നിന്നും പരമാവധി മാറി നിൽക്കണമെന്ന് പറയുന്നു. ഈ ഒരു സമയത്ത് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഈ ചൂട് നേരിട്ട് ഏൽക്കേണ്ടി വരുന്നത് രാഷ്ട്രീയക്കാരും അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥികളുമാണ്. അവരെല്ലാം തന്നെ ഒരു ജാഗ്രത പാലിക്കണമെന്നാണ് ആരോഗ്യ വകുപ്പും അതോടൊപ്പം തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും പറയുന്നത്. ഈ കനത്ത ചൂടിനിടയിൽ ഒരു ആശ്വാസമായുള്ള വാർത്ത വരുന്നത് വേനൽ മഴ എത്തുമെന്ന കാര്യമാണ്. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഈ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു രാഹുൽ സുരേഷ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.